പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജമാദുൽ ഊല എന്ന പുണ്യമായ മാസം, ആ മാസത്തിന്റെ സുന്ദരമായ ദിവസങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ 5 തരം സ്വഭാവമുള്ള മനുഷ്യർ, ആ മനുഷ്യരെ പടച്ചവൻ പരിചയപ്പെടുത്തിയത് വിശുദ്ധ ഇസ്ലാമിനെ പൊളിച്ചു കളഞ്ഞവരെന്നാണ്, ദീനിനെ നിഷേധിച്ചവരെന്നാണ്, നരകത്തിന്റെ അവകാശികളെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഖുർആൻ പറഞ്ഞ 5 തരം നിഷേധികൾ ആരാണ്? ഈ 5 തരം സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ നഷ്ടവാളികളിൽ പെട്ടുപോകും. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ വീഡിയോ കേട്ട് ഈ 5 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു സ്വഭാവം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മളത് മാറ്റിയെടുക്കണം. കൂടാതെ ഒരു രൂപ ആണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ആ 1 രൂപ നമ്മൾ സ്വതക്കയായി നല്ല നിയ്യത്തോടു കൂടി കൊടുത്താൽ 9 വമ്പൻ പ്രതിഫലങ്ങൾ കിട്ടും. മാത്രമല്ല, സ്വതക്ക കൊടുക്കുമ്പോൾ ഇനി മുതൽ ഈ വാചകം പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. അങ്ങനെ കൊടുത്താൽ സ്വർഗത്തിൽ കടക്കാൻ മാത്രമല്ല, നരകത്തിൽ നിന്ന് മോചനം മാത്രമല്ല, നല്ല മരണവും നമുക്ക് കിട്ടും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഈ ക്ലാസ് നമ്മൾ മുഴുവനായും കേൾക്കുക. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ജീവിതത്തിൽ വലിയ ഖൈറും സലാമത്തും റാഹത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ അല്ലാഹു തആല സ്വസ്ഥതയും സമാധാനവും നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, ദുരിതത്തിലാണ്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു, കടത്തിലാണ്. ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരിക്കൽ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ബിലാൽ എന്ന സ്വഹാബിയെ പറ്റി. ആ സ്വഹാബി മദീനത്തെ പള്ളിയിലെ മുഅദ്ദിനാണ്, ബാങ്ക് വിളിക്കുന്ന ആളാണ്. പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന 4ാമത്തെ വ്യക്തിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ആദ്യമായി ഇസ്ലാമിലേക്ക് സ്ത്രീകളിൽ നിന്നും കടന്നു വന്നത് ഖദീജ ബീവിയാണ്. രണ്ടാമതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുരുഷന്മാരിൽ നിന്നും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തേത് കുട്ടികളിൽ നിന്നും മഹാനായ അലിയാർ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ. 4ാമതായി അടിമകളിൽ നിന്നും ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഈ 4 പേരും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന വ്യക്തികളിൽ പെട്ട ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലെ മുഅദ്ദിനാണ്, ബാങ്ക് വിളിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം ബിലാൽ തങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്നും മദീന പള്ളിയിലേക്ക് ബാങ്ക് വിളിക്കാൻ വേണ്ടി വരികയാണ്. ഏകദേശം തഹജ്ജുദിന്റെ സമയത്താണ് ഇങ്ങനെ വരുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും തഹജ്ജുദ് നിസ്കാരം എന്നല്ല, ഒരു സുന്നത്തായ നിസ്കാരം പോലും ഒഴിവാക്കാത്ത ആളാണ് മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബിലാൽ തങ്ങളോട് ചോദിച്ചു, ബിലാലെ, നിന്നെ ഞാൻ സ്വർഗത്തിൽ കണ്ടു. അതായത് എൻ്റെ മുന്നിലൂടെ നീ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ടാണ് ഞാൻ നിന്നെ സ്വർഗത്തിൽ കണ്ടത്. നീ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുക? ഞങ്ങൾ ആരും ചെയ്യാത്ത എന്തെങ്കിലും ഒരു അമൽ ബിലാലെ നീയും ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ടാണ് സ്വർഗത്തിൽ എൻ്റെ മുന്നിലൂടെ നീ ഇങ്ങനെ നടന്നു പോകുന്നതായി ഞാൻ കണ്ടത്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങളൊന്നും ചെയ്യാത്തൊരു കാര്യം ചെയ്യാറില്ല. ഞാനിപ്പോ നിസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, അതൊക്കെ തന്നെയാണ്. അപ്പോഴാണ് ബിലാൽ തങ്ങൾ പറയുന്നത്, നബിയെ, ഞാൻ രാത്രിയാവട്ടെ പകലാവട്ടെ വുളൂ എടുത്താൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? 2 റക്അത്ത് നിസ്കരിക്കും. ആ നിസ്കാരം ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. എപ്പോഴൊക്കെ ഞാൻ വുളൂ എടുക്കുന്നു അപ്പോഴൊക്കെ വുളൂവിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്. എൻ്റെ ഉമ്മച്ചിമാരെ, ഈ ഒരു പതിവ് എൻ്റെ വാപ്പമാരെ നമുക്കും ഉണ്ടാവണം. വുളൂ എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. സ്വർഗത്തിൽ നമുക്ക് സീറ്റ് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു അമലാണ് വുളൂവിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അപ്പൊ അതിന്റെ നിയ്യത്ത് എങ്ങനെയാ? വുളൂവിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. അങ്ങനെ നിസ്കരിക്കാം. അതിപ്പോൾ വുളൂ എടുത്ത് നമ്മൾ പള്ളിയിലേക്ക് കയറട്ടെ, അല്ലെങ്കിൽ വുളൂ എടുത്തിട്ട് നമ്മൾ നിസ്കാരപ്പയിലേക്ക് മുസല്ലയിലേക്ക് വരട്ടെ, അവിടെ നമുക്ക് നിസ്കരിക്കാം. എന്നിട്ട് നമ്മൾ പിന്നെ ഫർദായ നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കാം. അത് വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. ഒന്ന് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നിസ്കരിച്ചു നോക്ക്. വളരെയധികം ഒരു വലിയ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ബിലാൽ തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിലാലെ, ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് സ്വർഗത്തിൽ എൻ്റെ മുന്നിലായി നീ ഇങ്ങനെ നടന്നു പോകുന്നതായി ഞാൻ സ്വപ്നം കാണാനുള്ള കാരണം. അപ്പോൾ സുന്നത്ത് നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാത്തൊരു സ്വഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വരികയാണ്. തഹജ്ജുദിന്റെ സമയമായി, തഹജ്ജുദ് നിസ്കാരം പള്ളിയിൽ പോയിട്ടാണ് ഇദ്ദേഹം നിസ്കരിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ
മദീനയിലെ പല വീടുകളും തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി സ്വഹാബിമാരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. ഒരു വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ആ വീട്ടിൽ വിളക്ക് കത്തുന്നുണ്ട്. ഭയങ്കരമായ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. അപ്പൊ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അങ്ങോട്ട് പതിയെ ചെന്ന് നോക്കുമ്പോൾ അത് ആരുടെ വീടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ബീവിയുടെ വീടാണ്. കരയുന്നത് ഫാത്തിമ ബീവിയുടെ മകനാകുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവാണ്. അപ്പൊ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഫാത്തിമ എന്താണ് ഈ കുട്ടി കരയുന്നത്? അപ്പൊ ഫാത്തിമ ബീവി പറഞ്ഞു, ബിലാലെ ഞാനിപ്പോ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, റൊട്ടി ഉണ്ടാക്കാൻ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനെ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവനിങ്ങനെ കരയുന്നത്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ഹസൻ എന്ന് പറയുന്ന ആ കുട്ടിയെ എടുത്തിട്ട് കുട്ടിയുടെ കരച്ചിൽ മാറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ച് കുറച്ച് സംസാരങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് കളിപ്പിച്ച് ചിരിപ്പിച്ചപ്പോൾ എന്താണ് കുട്ടിയുടെ കരച്ചിൽ മാറി. അപ്പോൾ ഈ സമയമൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയമാണ്. പക്ഷേ ഈ കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ അവിടെ നിന്നതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയില്ല. അതായത് ഫാത്തിമ ബീവി ആ മാവ് കുഴച്ച് റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞ് ഫാത്തിമ ബീവിയുടെ കയ്യിലേക്ക് ആ കുട്ടിയെ കൊടുത്തിട്ട് ബിലാൽ എന്ന സ്വഹാബി പള്ളിയിലേക്ക് ചെന്നപ്പോൾ സുബഹി ബാങ്കിന്റെ സമയമായി. മഹാനവറുകൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയില്ല. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് ബിലാൽ താമസിച്ചത്? നിങ്ങളുടെ പേരക്കുട്ടി കരഞ്ഞപ്പോൾ ആ പേരക്കുട്ടി എടുത്തുകൊണ്ടിരുന്നു, അപ്പൊ ആ ടൈം പോയത് അറിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയില്ല. അപ്പൊ ജീവിതത്തിൽ ഒരിക്കലും ഒരു സുന്നത്ത് നിസ്കാരം പോലും ഒഴിവാക്കാത്ത മഹാനായ ബിലാൽ എന്ന സ്വഹാബിക്ക് ഒരു ദിവസം തഹജ്ജുദ് നിസ്കാരം നഷ്ടമായി. കാരണം എന്താണ്? ഫാത്തിമ ബീവിയെ സഹായിക്കാൻ പോയതാണ്, അല്ലെങ്കിൽ ഹസൻ എന്ന് പറയുന്ന ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എടുത്ത സമയമാണ്. അപ്പോ ബിലാൽ തങ്ങൾ ചിന്തിക്കുന്നു, പടച്ചോനെ എന്റെ ആ നിസ്കാരം എനിക്ക് കിട്ടിയില്ല, പക്ഷെ എന്നാലും എനിക്ക് സങ്കടമില്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ ആ സമയം വെറുതെ ഉറങ്ങിക്കളഞ്ഞതല്ല, മറിച്ച് ഒരാളെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ആ സമയം ചിലവഴിച്ചത് എന്ന് മനസ്സിൽ കരുതി മഹാനവറുകൾ പറഞ്ഞു അൽഹംദുലില്ലാന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഞാൻ ഈ ചരിത്രം ഇങ്ങനെ പറഞ്ഞത് നമ്മളൊക്കെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അല്പം താല്പര്യമുള്ളവരാണോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ മാഊൻ എന്നാണ്. നമുക്കൊന്ന് ഓതിയാലോ? ഒരുപാട് നേട്ടങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് അല്ലാഹു തആല തരുമെന്നാണ്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാനും, നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറാനും, നമുക്ക് ഈമാൻ ഉറയ്ക്കാനും, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ സൂറത്ത് വളരെയധികം പവർ ഉള്ളതാണ്. നമുക്കൊന്ന് ഓതിയാലോ? എല്ലാവരും ഒന്ന് ഓതിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഇതാണ് ഏത് സൂറത്ത്? സൂറത്തുൽ മാഊൻ. ഒരുപാട് പ്രതിഫലങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് കിട്ടും. നമ്മുടെ വിഷയം അതല്ല. ഈ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നു, വിശുദ്ധമായ ഇസ്ലാമിനെ, ഈ ദീനിനെ പൊളിച്ചു കളഞ്ഞവർ, ഈ ഇസ്ലാമിനെ നശിപ്പിച്ചവർ 5 കൂട്ടം ആളുകളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 5 വിഭാഗം ആളുകൾ ഇസ്ലാമിനെ തകർത്തവരാണ്. ഒന്നാമത്തെ വിഭാഗം ആരാണ്? അനാഥകളെ തള്ളി പറയുന്നവരാൻ. നമ്മുടെയൊക്കെ വീടിന്റെ പരിസരത്ത് അനാഥ കുട്ടികളുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ അനാഥ മക്കളുണ്ടോ? അവരെ ഒന്ന് ആശ്വസിപ്പിക്കണേ, അവരെ ഒന്ന് ഇടക്ക് പോയി കാണണേ, അവരുടെ മുടിയിൽ ഇങ്ങനെ തലോടണേ, അവർക്ക് വേണ്ട സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കണേ. ഇല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിനെ പൊളിച്ചവരായി മാറും, നിഷേധികളായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 2, വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താത്തവരാണ്. ഇസ്ലാമിനെ പൊളിച്ച രണ്ടാമത്തെ കൂട്ടരാരാണ്? പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാത്തവരല്ല, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം കൊടുക്കാത്തവർ. ഇപ്പോൾ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, ഉസ്താദേ ഒരു 100 രൂപ തരോ? എന്തിനാ? എനിക്ക് ഭക്ഷണം കഴിക്കാനാ. എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കണം, ഇല്ലെങ്കിൽ അള്ളാഹുവേ എൻ്റെ കയ്യിൽ 100 രൂപയിൽ എന്ത് ചെയ്യും? അപ്പോൾ തൊട്ടടുത്ത് എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. അപ്പം ഞാൻ അയാളോട് പറയണം, ഇക്കാ ഒരു 100 രൂപ ഇയാൾക്ക് കൊടുക്കോ, അല്ലെങ്കിൽ എനിക്കിതാ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം, ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ 100 രൂപ ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കയ്യിലില്ലെങ്കിൽ മറ്റൊരാളോട് ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കണം. മറ്റുള്ളവരോട് പറയണം ഒരു പാവപ്പെട്ടവൻ അവിടെ ഉണ്ടെന്ന്. അപ്പം പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകണം. ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്കാണ് നാശം. എങ്ങനെ നിസ്കരിക്കുന്നവർ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ.
നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവരാൻ, അശ്രദ്ധമായി നിസ്കരിക്കുന്നവരാൻ, തോന്നുമ്പോൾ നിസ്കരിക്കുന്നവരാൻ, സമയം കിട്ടിയാൽ മാത്രം നിസ്കരിക്കുന്നവരാൻ. ഇവരാരാണ്? ഇസ്ലാമിനെ പൊളിച്ചവരാണ്. അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാൻ. അങ്ങനെ ചില ആൾക്കാരുണ്ട് അല്ലെ, ലോകമാന്യത, ഞാൻ നിസ്കരിക്കും എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് നിസ്കരിക്കുന്നവർ. അങ്ങനെയുള്ള ആളുകളുടെ നിസ്കാരം വേണ്ട, അവർ ഇസ്ലാമിനെ പൊളിച്ചവർ. വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ തടയുന്ന ആളുകളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, പരോപകാര വസ്തുക്കൾ ഒരിക്കലും നമ്മൾ തടയാൻ പാടില്ല. എന്താ ഈ പരോപകാര വസ്തുക്കൾ? പരോപകാര വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മൺവെട്ടിയുണ്ട്, ഞങ്ങൾ മമ്മട്ടി എന്നാ പറയാം, മമ്മട്ടി, മൺവെട്ടിയുണ്ട്, പിന്നെ കോടാലിയുണ്ട്, തൂമ്പയുണ്ട്, എന്താണ് പല പല വാക്കുകൾ പറയുമല്ലോ, കത്തിന്നോ അരുവ, അങ്ങനെ പല പല വാക്കുകൾ പറയും, അതുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഈ സിമന്റ് ഒക്കെ എടുക്കുന്ന കൊട്ടയുണ്ട്, തൂമ്പയുണ്ട്, അങ്ങനെ പല സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കുന്ന, എല്ലാവർക്കും ഉപയോഗമുള്ള സാധനങ്ങളാണ്. അല്ലെങ്കിൽ കോണിയില്ല, കോണി, ഗോവണി, അതൊക്കെ ഏണി, അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഒരാൾ വന്ന് ചോദിച്ചു, ഉസ്താദേ ആ ഒരു ഗോവണി ഒന്ന് തരുമോ, വീട്ടിന്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കാനാ. അപ്പൊ ഞാൻ ഞാൻ തരൂല, അങ്ങനെ പറയാൻ പാടില്ല. ഉസ്താദേ ആ ഒരു മൺവെട്ടി ഒന്നും തരുമോ, വീടിന്റെ കുറച്ച് പണിയുണ്ട്. ഞാൻ ഉണ്ടെങ്കിൽ കൊടുക്കണം, കൊടുക്കാതിരുന്നാൽ ഞാൻ ആരാകും? ഇസ്ലാമിനെ പൊളിച്ചവനാകും, നിഷേധിയാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ചെറിയ കാര്യമാണെങ്കിലും അത് വളരെ ഗൗരവത്തിൽ അള്ളാഹു താല പറയുകയാണ്, മറ്റുള്ളവരെ സഹായിക്കുക. അതാണ് ബിലാൽ റളിയല്ലാഹുവിന് ചെയ്തത്, മറ്റുള്ളവരെ സഹായിക്കുക. അഹബ്ബുന്നാസ് ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യനാരാണ്? അവൻ ജനങ്ങൾക്ക് സഹായം ചെയ്യുന്നവരാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അത് സ്വതക്കയുടെ രൂപത്തിലാവാം, ചിലപ്പോൾ നല്ല സംസാരമാവാം, ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ടാവാം. മറ്റുള്ളവരെ സഹായിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ കയ്യിൽ 1 രൂപയുണ്ട്. ആ 1 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ആ 1 രൂപ നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി ഒരാൾക്ക് സ്വതക്ക കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 9 വമ്പൻ പ്രതിഫലങ്ങളാണ്. 1, നിങ്ങളുടെ ആയുസ് അള്ളാഹു നീട്ടിത്തരും. 1 രൂപ കൊണ്ട് നിങ്ങൾ സ്വതക്ക കൊടുക്കും. അള്ളാഹുവേ, ഈ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ, ഇതിന്റെ പ്രതിഫലം എന്താണോ അത് നീ എനിക്ക് തരണേ അല്ലാ എന്ന് മനസ്സിൽ കരുതി നല്ല നിയത്തോടു കൂടി നിങ്ങൾ 1 രൂപയാണെങ്കിലും സ്വതക്ക കൊടുക്ക്. നിങ്ങളുടെ ആയുസ് അള്ളാഹു തആല നീട്ടിത്തരുമെന്നാണ്. രണ്ടാമത്തെ നേട്ടം എന്താണ്? സൂഉൽ ഖാത്തിമ, ചീത്ത മരണം, മോശപ്പെട്ട മരണത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും. പിന്നെയോ 1 രൂപയാണെങ്കിൽ 1 രൂപ, പറ്റുമെങ്കിൽ എത്രയാണോ അധികരിപ്പിക്കാൻ പറ്റുക അത്ര നമ്മൾ അധികരിപ്പിച്ചു കൊടുക്കുക. മൂന്നാമത്തെ പ്രതിഫലം സ്വതക്ക കൊടുത്താൽ അള്ളാഹുവിന്റെ ഒളബിനെ തൊട്ടുള്ള കാവൽ കിട്ടും. നാലാമത്തേത്, നമ്മുടെ കുടുംബത്തിൽ വലിയ ഖൈറും സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്നാണ്. അഞ്ചാമത്തേതോ, നമ്മുടെ മക്കൾ അള്ളാഹു താല സ്വാലിഹീങ്ങളാക്കി മാറ്റിത്തരും. മക്കളെ എന്ത് ചെയ്യണം? നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ അള്ളാഹുവേ മക്കളെ നീ നന്നാക്കി തരണേ അല്ല, നല്ല നീയത്തോടു കൂടി നമ്മൾ ആ സ്വതക്ക കൊടുക്കുക. ആറാമത്തേത്, നമ്മുടെ വീട്ടിൽ വലിയ റഹ്മത്തും ബറക്കത്തും ഉണ്ടാകുന്നതാണ്. റഹ്മത്തിന്റെ മലക്കുകൾ വരും. ഏഴാമത്തേത്, നല്ല മരണം നമുക്കുണ്ടാകും, നല്ല സലാമത്തായ മരണം ഉണ്ടാകും. എട്ടാമത്തേത്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് അള്ളാഹു താല അവസരം തരുമെന്നാണ്. അള്ളാഹു താല അവസരം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തെ കാക്കുന്ന മലക്കിന്റെ പേര് റിളുവാൻ എന്നാണ്. ആ റിളുവാൻ എന്ന മലക്ക് ഇങ്ങനെ ചില ആളുകളോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് സ്വർഗത്തിലെത്തിയത്? നിങ്ങൾക്ക് വിചാരണയൊന്നുമില്ലേ? നിങ്ങൾക്ക് എന്താണ് മീസാൻ എന്ന തുലാസ് നിങ്ങളുടെ നന്മയും തിന്മയും തൂക്കുന്നതായിട്ടൊന്നും കണ്ടില്ലല്ലോ, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് സ്വർഗത്തിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ചില ആളുകൾ പറയും, റിളുവാൻ എന്ന മലക്കെ, ഞങ്ങള് പാവപ്പെട്ടവരെ സഹായിച്ചവരാണ്, ഞങ്ങളെ പ്രശ്നത്തിലായവരെ സഹായിച്ചവരാൻ. ആ ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു താല ഞങ്ങൾക്ക് വിചാരണ പോലുമില്ലാതെ സ്വർഗം തന്നു എന്ന് പറയും. അള്ളാഹു ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒൻപതാമത്തേത്, സ്വർഗം നമ്മെ കാത്തിരിക്കുമെന്നാണ്. സ്വർഗം കാത്തിരിക്കുന്ന വിഭാഗമാണ് പാവപ്പെട്ടവരെ സഹായിക്കുക. 1 രൂപയാണെങ്കിൽ ആ 1 രൂപ കൊടുക്കുക നല്ല നീയത്തോടു കൂടി, എങ്കിൽ സ്വർഗം നമ്മെ കാത്തിരിക്കും. അള്ളാഹു താല തൗഫീക്ക് തരുമാറാവട്ടെ. പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, ഈ പരിശുദ്ധമായ ഈ ഒരു പുണ്യമായ ഒരു മാസമാണല്ലോ അല്ലെ, ജമാദുൽ ഔവൽ എന്ന അതിശ്രേഷ്ഠമായ മാസത്തിലേക്ക് നമ്മൾ കടന്നു. അതിന്റെ ദിനരാത്രങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അള്ളാഹു താല വലിയ ഖൈറിലും സന്തോഷത്തിനുമാക്കി നമുക്ക് ഈ ഒരു ദിവസം, ഈ ഒരു മാസം അള്ളാഹു താല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വതക്ക കൊടുക്കുമ്പോൾ നമ്മൾ എന്തു പറയണം? ഒരു വാക്ക് നമ്മൾ പറയാൻ വിട്ടുപോകരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക്, ഈ ഒരു വാക്ക് പറഞ്ഞിട്ടാണോ നിങ്ങൾ സ്വതക്ക കൊടുക്കുന്നത് എങ്കിൽ നരകമോചനം ഉറപ്പാൻ, സ്വർഗപ്രവേശനം ഉറപ്പാൻ. ഒരു കാര്യം, ആദ്യമായി ലോകത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത് മഹാനായ ആദം നബിയാണ്.
ആദം നബിക്ക് അല്ലാഹു തആല ചില ഏടുകൾ കൊടുത്തു. ആ ഏടിൽ കണ്ട വാക്ക് ബിസ്മില്ലാ എന്ന വാക്കാണ്. അപ്പോൾ നമ്മുടെ പിതാവായ ആദം നബി ദുആ ചെയ്തു, അല്ലാഹുവേ എൻ്റെ മക്കളിൽ ആരൊക്കെ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാ എന്ന് പറയുന്നോ അവർക്ക് നീ നരകം ഹറാമാക്കണേ, നരകത്തിൽ അവരെ കടത്തരുത്, അവർക്ക് സന്തോഷം കൊടുക്കണം, അവർക്ക് സമാധാനം കൊടുക്കണമെന്ന് നമ്മുടെ വാപ്പയാകുന്ന ആദം നബി നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ദുആയിൽ നമ്മൾ പെടണമെങ്കിൽ സ്വതക്ക് കൊടുക്കുമ്പോൾ ഈ വാചകം നമ്മൾ പറയണം. ഏത് വാചകം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മറന്നുപോരുത്, എന്ത് നല്ല കാര്യം ചെയ്താലും ബിസ്മി പറഞ്ഞിട്ട് കൊടുക്കണം. അത് വലിയ ബറക്കത്താണ്, വലിയ നിഅമത്താണ്, റാഹത്താണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇന്ന് പറഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വതക്ക അധികരിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ 5 തരം നിഷേധികൾ, അല്ലെ, ദീനിനെ പൊളിച്ചു കളയുന്നവർ, ഇസ്ലാമിനെ തകർക്കുന്നവർ, അവരാരൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ആ ആളുകളെ തൊട്ട് നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നു മുതൽ സ്വതക്ക നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് എന്നല്ല, കൊടുത്തോ ഇല്ലയോ എന്നാണ്. ചിലപ്പോൾ ചെറിയ പൈസയായിരിക്കും കൊടുക്കുക, നമ്മുടെ കയ്യിൽ ഉള്ളതായിരിക്കും കൊടുക്കുക, ആയിക്കോട്ടെ, പക്ഷെ കൊടുക്കുന്ന സമയത്ത് നല്ല നീയത്തോടു കൂടി കൊടുക്കാൻ നമ്മൾ മറന്നു പോവണ്ട. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. ഖൈറിന്റെ സലാമത്തിന്റെ അഹ്ലുകാരിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. നിരവധി ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമന്റായി ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും ദുആ വസിയത്ത് പറയുന്നുണ്ട്. റബ്ബേ, അവരുടെയൊക്കെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, വേദനകളെ, വിഷമങ്ങളെ, സങ്കടങ്ങളെ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ, ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.